ഓ പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഗാർഡൻ നിറച്ച് പൂക്കളായിട്ട് ഇരുന്നാൽ കാണാൻ എന്തായിരിക്കും ഭംഗിയല്ലേ. അപ്പോൾ പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്കും നിറയെ വീട്ടിൽ പൂക്കൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും ഇതുപോലെ നിറച്ച് പൂക്കളാക്കി നമ്മുടെ ഗാർഡൻ മാറ്റാം. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യം തന്നെ നമ്മളൊരു ചെടി നടുമ്പോൾ അതിനുപയോഗിക്കുന്ന പോട്ടി മിക്സാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഉപയോഗിക്കുന്ന മണ്ണ് എപ്പോഴും നല്ല ലൂസായിട്ടുള്ള മണ്ണായിരിക്കുക. വേര് നന്നായിട്ട് ഓടാൻ പാകത്തിനുള്ള മണ്ണാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. തറഞ്ഞെടുക്കുന്ന മണ്ണിൽ ഒരിക്കലും ചെടി വളരില്ല. അപ്പോൾ വേര് നന്നായിട്ട് ഓടാൻ പാകത്തിനുള്ള മണ്ണ് സെലക്ട് ചെയ്യുക. സാധാരണ മണ്ണിൻ്റെ കൂടെ മണൽ, ഉമി, അതുപോലെ ചകിരിച്ചോറ് ഇതൊക്കെ മിക്സ് ചെയ്താൽ വേരോട്ടം നന്നായിട്ട് കിട്ടും. നല്ലൊരു പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് അതിൽ നമ്മുടെ ചെടീനെ നട്ടുവെക്കുക. ചില ഫ്ലവറിങ് പ്ലാന്റ്സിന് നല്ല സൂര്യപ്രകാശം ആവശ്യമാണ്. അതിൽ പെടുന്നതാണ് റോസ്, ഡാലിയ, ഗാർലിക് വൈൻ. ഇതൊക്കെ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ മുല്ല, അടീനിയത്തിനും നല്ല വെയിൽ ആവശ്യമാണ്. അപ്പോൾ നല്ല വെയിലുള്ളിടത്ത് അടീനിയം നടാൻ ശ്രമിക്കുക. ചട്ടിയിൽ നടുന്ന ചെടികളിലുണ്ടല്ലോ, വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. നമ്മൾ വെള്ളം നനച്ച് പോയി കഴിയുമ്പോഴും കുറച്ചു നേരം കഴിഞ്ഞിട്ടും ആ വെള്ളം അവിടെ തന്നെ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിൽ വേര് ചെയ്യാനും ആ ചെടി മൊത്തത്തിലൊന്ന് നശിച്ചു പോകാനൊക്കെ ഇടവരുത്തും. അപ്പോൾ വെള്ളം കെട്ടിക്കിടക്കേണ്ടെന്ന് നന്നായിട്ട് നോക്കണം. എപ്പോഴും ചെടി നനച്ചു കൊടുക്കേണ്ടതില്ല. മുകളിലത്തെ മണ്ണ് ഉണങ്ങിയെന്ന് തോന്നിക്കഴിയുമ്പോൾ മാത്രം ചെടികളെ നനച്ചു കൊടുത്താൽ മാത്രം മതി. നിലത്താണ് ഇരിക്കുന്നതെങ്കിൽ ചെടിയിൽ ഇല വളരുള്ളൂ, പൂവ് ഉണ്ടാവില്ല. അപ്പോൾ നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് നമ്മുടെ ചെടിച്ചട്ടീനെ മാറ്റി വെക്കാൻ ശ്രമിക്കണം. പ്ലാന്റ് നന്നായിട്ട് വളരാനും അതുപോലെ നന്നായിട്ട് പൂവിടാനും അതിന് നല്ല ഫെർട്ടിലൈസറും കൊടുക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട് നമുക്ക് നല്ല ഫെർട്ടിലൈസർ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാം. അപ്പോൾ വീട്ടിലുണ്ടാവുന്ന മിക്ക വീടുകളിലും ഉണ്ടാവും പഴത്തിൻ്റെ തൊലി ഉണ്ടാവും, മുട്ടത്തോട് ഉണ്ടാവും. പഴത്തൊലിയും അതുപോലെ മുട്ടത്തോടൊക്കെ വെച്ച് നമുക്ക് നല്ല ലിക്വിഡ് ഫെർട്ടിലൈസറുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ചെടിയുടെ ഇലയിലും അതുപോലെ കടക്കയിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇത്തരത്തിലുള്ള ഫെർട്ടിലൈസറുകൾ ഉപയോഗിക്കുമ്പോൾ അത് ചെടിയുടെ കടക്കയിൽ നിന്ന് കുറച്ച് നീക്കിയിട്ട് ഒഴിക്കണം. എപ്പോഴും ഫംഗസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതിൽ നമ്മൾ കുറച്ച് ടൈം ഈ ചെടികൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അത് ചെടികൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്ക് മാനസികമായിട്ടും നല്ല സന്തോഷം ലഭിക്കാനും ഇത് ഉപകാരപ്പെടും. നമ്മൾ ഡെയിലി ഇതിനെ ചെന്ന് നോക്കുക, ഇതിൻ്റെ ഇലകളിൽ വല്ല പുഴുക്കൾ വന്നിട്ടുണ്ടോയെന്നോ അല്ലെങ്കിൽ ഇല മഞ്ഞ കളറാവുന്നുണ്ടോയെന്നോ, അതുപോലെ തന്നെ ചെടിക്ക് വരുന്ന മാറ്റങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ട് അതിന് കറക്റ്റായിട്ട് ആ സമയത്ത് ട്രീറ്റ് ചെയ്യണമെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വളരുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാലേ നല്ല വേരോട്ടമുള്ള മണ്ണും അതുപോലെ നല്ല സൂര്യപ്രകാശവും അതുപോലെ ചെടിക്ക് ആവശ്യമായ വെള്ളവും പിന്നെ വളവും കിട്ടിക്കഴിഞ്ഞാൽ ഏത് ചെടിയും നല്ല രീതിയിൽ തഴച്ച് വളരും.